നല്ല വെളുത്ത നിറം, നല്ല വലിയ കണ്ണുകൾ, ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ, അന്ന നട, ഒരു വെളുത്ത മാരുതി കാറിൽ അവള് വന്നു. 1000 ഓർഡിനറിയോ? ഓർഡിനറി. നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല. ഇത് തിരുവനന്തപുരം അല്ല, കൊച്ചിയാണ്. തോപ്പുംപിടി പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ടെടുത്ത് ഇടും പെണ്ണിന്റെ ആൾക്കാര്. അതുകൊണ്ട് ഇനി ഒറ്റ നമ്പറേ ഉള്ളൂ. അതെന്താ? അവളെ മറന്നുകളാ. സമയവും സന്ദർഭവും നോക്കിയുടെ കോമഡി പറയാൻ എങ്ങനെ പറയാതിരിക്കും? 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ. ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരയ്ക്ക, എന്നിട്ട് പോടേ. ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ എന്താ 24 മണിക്കൂർ പെണ്ണുങ്ങളെ പുറത്ത് ചുറ്റുക? എനിക്കിവിടെ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. അല്ല നിന്നെ പോലെ തേരാപ്പാര തെണ്ടി എടുക്കുകയല്ല. ഇത് തിരുവനന്തപുരമാണ്, ഞാൻ ചോദിക്കില്ലോ. എറണാകുളമായി പോയി, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായി പോയി. എന്തായാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഐ വാണ്ട് യുവർ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി. നീ സീരിയസ് ആയിട്ടാണോ? അതെ. സത്യം? സത്യം. എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫൈൻഡ് വരുത്ത്. എങ്കിൽ എനിക്ക് ഐഡിയാസ് വരത്തുള്ളൂ. Within 24 hours 20 minutes she will be before you. അവൾ നിന്റെ മുമ്പിൽ ഉണ്ടാവും. ഭഗവാൻ തെരി മായാ. ഉറപ്പാണോ? देखो अरे एक पॉइंट लाओ ना, बेल करो, सोडा डाइस बुलाओ. ओके जी. ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, എനിക്ക് മൂത്രം ഒഴിക്കണം. മതി അളിയാ മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. മാരുതി നോക്കി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി. ഇനി എല്ലാം നാളെ. ഓഫീസ് ടൈമായി, ഇനി നാളെ. നാളെ നാളെ നീളെ നീളെ നീ വണ്ടി കയറി. എടാ ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും. ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്പറിനെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം. അളിയാ പോകുന്ന വെള്ളം മാരുതി കാരണം സ്കൂട്ടർ എടുത്ത് മാറ്റണോ? അതെ, വേറൊരു പാര. വണ്ടിയോടെ പോയി. മുമ്പേ വണ്ടി എവിടെ പോയിന്ന്? അതെ, വണ്ടി. ഏത് വണ്ടി? നിന്നെ നോക്കാനല്ലേ ഏൽപ്പിച്ചിരുന്നത്. ആണോ? എടാ വണ്ടി എവിടെ പോയി ചോദിച്ചു. വണ്ടി അതാണ് ഞാൻ. വണ്ടി അയ്യോ, പിന്നെ നീയൊക്കെ എന്നെ കോപ്പുണ്ടാക്കാൻ വണ്ടി കയറിക്കുന്നു. നിന്നെ ഏൽപ്പിച്ചു എന്നെ പറഞ്ഞാൽ മതി. എറണാകുളത്തുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിന്നെ കേൾപ്പിച്ച് എന്നെ വേണം പറയാൻ. എടാ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതായാലും വണ്ടി കണ്ടു, ആളെ കണ്ടു, എനിക്ക് മനസ്സിലായി. വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം. വസന്തി, ഒപ്പിടാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒപ്പിടണ്ട. ഇന്നല്ല, കുറച്ച് നാളത്തേക്ക് തന്നെ ഒപ്പിടണ്ട. പുറത്ത് നിന്നാ മതി. അയ്യോ മാഡം, തന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഓഫീസ് വരെ മാത്രം സമയമില്ല. പുറത്ത് എവിടെ നോക്കിയാലും കാണാനല്ലോ വായി നോക്കി നടക്കുന്നത്. അല്ല, പലർക്കും പല സഹായങ്ങളും ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ്. ഇയാൾക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നങ്ങൾ. ഇത് കൊഴിഞ്ഞ പ്രശ്നമാണ്. അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് സെക്ഷനിൽ കൊടുത്ത്. ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത്? എടാ പ്രകാശ, നീ പുണ്യം ചെയ്ത ആത്മാവാടാ. എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ ഓഫീസ് ടൈം അല്ലേ. വാസന്തി ചെല്ല്. ചേച്ചി എത്രയും വേഗം സെർവന്റിന്റെ കാര്യം ശരിയാക്കണം. ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. മോന്താ ഇങ്ങോട്ട് വേണം.
തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളോ പെണ്ണുങ്ങൾ വന്നു കയറുമ്പോ ഇങ്ങനെ ചുറ്റി കളിക്കരുതെന്ന്? അയ്യോ അല്ല, ഞാൻ ആ ഡെസ്പാച്ച് ഫയൽ സേഫി വെച്ച് പൂട്ടാൻ ഒന്നുമല്ല, വായിന്നോട്ടൊക്കെ ഓഫീസിന് പുറത്തു മതി. ഞാൻ ആ കുട്ടിയെ നോക്കിയതാണ്. ഏത് കുട്ടിയാണ്, എവിടത്തെ മതി 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 കുട്ടിയാണ്? മതി. താൻ കുട്ടിയെ നോക്കണ്ട, തന്റെ ഡ്യൂട്ടി നോക്കിയാ മതി. മനസ്സിലായോ? യെസ് മാഡം. മുന്താ ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇയാളിഞ്ഞ് വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ മാഡം? താൻ ആ കുട്ടിയെ കണ്ടോ? ഏത് കുട്ടി? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ കുട്ടി. ആ കുട്ടിയെ കാണാനല്ലേ എന്റെ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. ഓഹോ. അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടുജോലിക്ക് ഒരാളെ വേണം. ആ. താൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, ഞാൻ ബ്രോക്കർ അല്ല. മിസ്റ്റർ പ്രകാശ, വിത്തിൻ 24 hours 20 minutes ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും. ബ്രോക്കറാണ് മാഡം. ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞല്ലേ, എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തിരക്കേടില്ല. അല്ല, മണി പോലുള്ള പാർട്ടീസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം. അതെനിക്കറിയാം. ആരെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടെറിഞ്ഞ് പോകരുത്, സ്ഥിരമായിട്ട് നിൽക്കണം. അയ്യോ, ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ. കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ആ. ഒരു കാര്യം പ്രത്യേകം പറയണം. ആ. അവക്കൊരു കുട്ടിയുണ്ട്. ആഹാ. അതിനെയും കൂടെ ചിക്കു എന്താ ഇത്? കൊച്ചേ, വാ ഇവിടെ. അതൊന്നും എടുക്കരുത്. വരാനാ പറഞ്ഞത്. എടുക്കരുത്. അത് എടുക്കരുത്. ചിക്കു എന്താ നീ കാട്ടുന്നത്? നിക്കവിടെ. അനു, എന്താ ഇതൊക്കെ? ദിസ് ഇസ് ടു മച്ച്. ഇതൊരു ഓഫീസാണെന്ന കാര്യം മറക്കരുത്. തനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നു വിചാരിച്ച്. യു നോ, ദിസ് ഇസ് എ തേർഡ് ടൈം ഐ ആം ഫേസിംഗ് സച്ച് എ ബിറ്റർ എക്സ്പീരിയൻസ്. സോറി സർ. No, no, I can't tolerate this. Now, what torture this? ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് പണ്ടാറ മണിൽ പറഞ്ഞോ, ഇപ്പൊ തന്നെ രൂപ 10,400 ഉം. ഈ ടെൻഷൻ പിടിപ്പിക്കാതെ കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു, പേരറിഞ്ഞു. ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ? പറയാം, ഞെട്ടരുത്. ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. പറയാം, രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശവമേ. കാര്യം പറഞ്ഞ പോലേക്ക്. നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്നത് നല്ലതാണ്. കാര്യം പറ പുല്ലേ. എങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ, പറ്റില്ലേ? എങ്കിൽ വേണ്ട. വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ടേ നീ തന്നെ അങ്ങ് ചെല്ല്. നിനക്കാവുമ്പോ ചേരും, വേഷവും കെട്ടണ്ട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോകോളാം. അയ്യടാ, മൂഞ്ചിയ പത്ത മുനിസിപ്പാലിറ്റി ഓടാ. കാക്കയ്ക്കും തൻ മൂഞ്ചി പൊന്മൂഞ്ചി താനടാ. ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം. നിനക്കെന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ PC പോയി. നീ കാര്യമായിട്ട് പറഞ്ഞോണോ? എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ പിന്നെ കൈ നോക്കിക്കളേ അല്ലേ? ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ? നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, 2 ദിവസം കെട്ടിയാ മതി, 3ന്റെ അവിടെ വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ എത്ര കാര്യമാക്കി എടുക്കണ്ട. എന്താ? അവളൊന്ന് പ്രസവിച്ചാണ്.